ആനയെഴുന്നള്ളിപ്പിന് ഹൈക്കോടതി പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. പൂർണ്ണമായും പാലിച്ചാൽ പൂരച്ചടങ്ങുകൾ പലതും തിരുത്തേണ്ടി വരുമെന്നാണ് സംഘാടകർ പറയുന്നത്. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരമടക്കം ക്ഷേത്രോത്സവങ്ങൾക്ക് പൂട്ടിയിടുന്ന നിർദ്ദേശങ്ങൾക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് പൂരപ്രേമികളും പൂരസംഘാടകരും. ഞങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാവരും കൂടി മേജർ പൂരാഘോഷങ്ങൾ നടക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും കൂടി ഇതിലൊരു കൺസോർഷ്യം ഉണ്ടാക്കി അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് പോകണം. അതിനു പുറമെ നമ്മുടെ ഗവൺമെന്റുകളുണ്ടല്ലോ, ഗവൺമെന്റുകളുടെ അഭിപ്രായം പോലും കേട്ടിട്ടില്ല. അതുവരെ കേൾക്കാണ്ടാണ് ഇങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു എന്താ പറയുക, വിധിന്ന് ഇതിനെ പറയാൻ പറ്റില്ല, അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഒരു അമിക്കസ് കൊടുത്തിട്ടുള്ള ആ സജഷൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അപ്ലോഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. അത് ശരിയായൊരു സിസ്റ്റം അല്ല. നമ്മൾ അതിനെക്കുറിച്ച് നിയമവിദഗ്ധരുമായി ചർച്ച നടത്തുന്നുണ്ട്. അവരുടെ ഉപദേശം അനുസരിച്ച് നമ്മൾ ഭാവി കാര്യങ്ങളിൽ ഇപ്പോൾ മേൽക്കോടതികളിൽ പോയാലോ എങ്ങനെയാണ് നമ്മുടെ ഭാഗം കൂടി കേൾക്കാനുള്ളൊരു സന്മനസ് കാണിക്കുന്ന കോടതികളിൽ അപ്പിയർ ചെയ്ത് നമ്മളത് ഭംഗിയായിട്ട് അവതരിപ്പിച്ച് എന്താണ് പൂരെന്നും എങ്ങനെയാണ് ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന പൂരെന്നും അറിയിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലുള്ളതുപോലെ എഴുന്നള്ളിപ്പിന് നിൽക്കുന്ന ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ബുധനാഴ്ച പുറത്തിറക്കിയത്. രാവിലെ 9 മുതൽ 5 വരെ പൊതു റോഡിലൂടെ എഴുന്നള്ളിപ്പുകൾ പാടില്ലെന്ന നിർദ്ദേശം പാലിച്ച് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ളവ നടത്താനാകില്ല. പകൽ മുഴുവൻ തുടരുന്ന എഴുന്നള്ളിപ്പുകളാണ് തൃശൂർ പൂരത്തിനുള്ളത്. ഇവയെല്ലാം തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെയാണ് നീങ്ങുന്നതും. ഇലഞ്ഞിത്തറമേളവും മടത്തിൽ വരവും തെക്കോട്ടിറക്കവുമെല്ലാം ഈ സമയത്താണ് നടക്കുന്നത്. തൃശൂർ പൂരത്തെ മാത്രമല്ല മറ്റു മിക്ക പൂരങ്ങളെയും ഇത് ബാധിക്കും. കാണികളിൽ നിന്ന് 8 മീറ്റർ അകലം പാലിക്കണമെന്നതും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കും. ആന എഴുന്നള്ളിപ്പുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദൂരം പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ തൃശൂർ പൂരത്തിനുണ്ടായ പ്രശ്നങ്ങളുടെ തുടക്കം ഇത്തരത്തിലുള്ള നിയന്ത്രണത്തെ ചൊല്ലിയായിരുന്നു. ജനങ്ങൾക്കും ആനയ്ക്കും ഇടയിൽ ബാരിക്കേഡ് വേണമെന്ന നിർദ്ദേശവും നടപ്പാക്കാൻ പ്രയാസമാണ്. വെടിക്കെട്ട് നടക്കുമ്പോൾ ആനകളും ആളുകളും തമ്മിലുള്ള ദൂരപരിധി 100 മീറ്റർ ആക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കിയാൽ പൂരപ്പന്തലുകളിൽ വെടിക്കെട്ട് സമയത്ത് ആനയെ നിർത്താൻ സാധിക്കില്ല. ആനകൾ തമ്മിൽ 3 മീറ്റർ ദൂരപരിധി വേണമെന്ന് നിഷ്കർഷിച്ചാൽ തെക്കോട്ടിറക്കത്തിൽ 15 ആനകളെ നിരത്താനാകില്ല. കോടതി കർശന നിർദ്ദേശമാണ് നൽകിയത് എന്നതിനാൽ ഇത് നടപ്പിലാക്കേണ്ടിയും വരും. 2 എഴുന്നള്ളിപ്പുകൾക്കിടയിൽ 3 ദിവസത്തെയെങ്കിലും വിശ്രമം വേണമെന്ന നിർദ്ദേശവും പ്രായോഗികമാകില്ല. നാസികൾ പോളണ്ടിലെ മനുഷ്യരെ ഉന്മൂലനം ചെയ്യാൻ ആരംഭിച്ച കുപ്രസിദ്ധമായ ട്രിബ്ലിംഗ ക്യാമ്പിൽ അകപ്പെട്ട അവസ്ഥയാണ് നാട്ടാനകളുടേതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. മതാചാരങ്ങളുടെ ഭാഗമായ ആനകളെ ഉപയോഗിക്കണമെന്ന് കരുതാനാകില്ല. സെപ്റ്റംബർ മുതൽ മെയ് വരെയാണ് ഉത്സവകാലം. ചൂടുകൂടിയ കാലവും അതാണ്. ആനകളെ എത്ര വേണമെന്ന കാര്യത്തിൽ മത്സരവുമുണ്ട്. 2018-നും 2024-നും ഇടയിൽ 160 നാട്ടാനകളാണ് ചെരിഞ്ഞത്. സർക്കാർ പുതിയ ചട്ടങ്ങൾക്ക് രൂപം നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന കാലതാമസം കണക്കിലെടുത്താണ് നിർദ്ദേശങ്ങൾ നൽകുന്നതെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്.